قال رسول الله صلى الله عليه وسلم من أهان خمسة خسر خمسة അഞ്ചു കാര്യങ്ങളെ അവഗണിച്ചാൽ അഞ്ചു നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഇസ്തഖഫ ബിൽ ഉലമാഇ ഖസറ ദീന. ഒരാൾ ആലിമീങ്ങളെ നിന്ദിച്ചു, ആലിമീങ്ങളെ വിജയിക്കില്ല, അവരെ അവഗണിച്ചാൽ അദ്ദേഹത്തിന്റെ ദീന് നഷ്ടപ്പെട്ടു പോകും. കാരണം അൽ ഉലമാ വറസത്തുൽ അംബിയാ മുഹമ്മദ് റസൂലുള്ളാഹി അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ്. ആ അമ്പിയാക്കൾ എന്താണോ ദൗത്യം നിർവഹിച്ചത് അതെല്ലാം പിന്നീട് അനന്തരമെടുത്ത് ഈ ഭൂമി ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളെ അവഗണിച്ചാൽ ഒരാൾക്ക് എഴുതു കിട്ടില്ല, ഒരാൾക്ക് ദീനിൽ പഠിക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ദീന് നഷ്ടമായി പോകും. ഉമറാക്കളെ, അമീറുമാര്, നേതാക്കന്മാര്, ഭരണാധിപന്മാര്, അവരെ അവഗണിച്ചാൽ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും. എന്താ കാരണം? ഭരണാധികാരിമാരിൽ നിന്ന് പലതും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഭരണാധികാരികളെ ഞാൻ മൈൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് ഭരണാധികാരി ആരാണെങ്കിലും, നമ്മളുടെ എതിരാളിയാണെങ്കിൽ പോലും അവരെ വേണ്ട വിധത്തിൽ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും. എങ്കിലേ നമുക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഭരണാധികാരികളെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ, അവരെ അവഗണിച്ചു കഴിഞ്ഞാൽ ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും. അയൽവാസികൾ ആരെങ്കിലും അവഗണിച്ചാൽ അവനെല്ലാ ഉപകാരവും നഷ്ടപ്പെട്ടു. അയൽവാസികളായിട്ട് നല്ല നിലയിലായിരിക്കണം എപ്പോഴും. അയൽവാസികളെ നിന്ദിച്ചാൽ, അവരെ പരിഗണിച്ചില്ലെങ്കിൽ അയൽവാസികളൊന്നും മെയിൻറ്റെയിനില്ല. എന്നാൽ ഒരു ആവശ്യത്തിന് ഓടി വരാൻ ആരും ഉണ്ടാവില്ല. ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളെക്കാൾ നേരത്തെ എത്തുന്നത് ആരായിരിക്കും? അയൽവാസികളായിരിക്കും, അല്ലെ? ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് രാത്രി സമയത്തുണ്ടായിരുന്നു, എന്നാൽ ഓടി വരാനുള്ള നമ്മൾ അയൽവാസികളാണ്. അപ്പൊ അയൽവാസികളായിട്ട് നല്ല ബന്ധമായിരിക്കും, അവരെ നല്ല പരിഗണിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. അവരെ അവഗണിച്ചാൽ നമുക്ക് വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കും. കുടുംബക്കാരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകും. കുടുംബത്തിലൊന്നും പോകുന്നില്ല, കുടുംബത്തിലൊന്നും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോൾ പറയുന്നില്ല, കുടുംബക്കാരെ ഒന്നും അടുപ്പിക്കുന്നില്ല എങ്കിൽ സ്നേഹബന്ധം അത് മുറിഞ്ഞു പോകും. അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികവും മറ്റു പരാധീനതകൾ അനുഭവിക്കുന്ന അവസരത്തിൽ ഒന്നുകൂടി വരാനും നമ്മെ താങ്ങി നിർത്താനൊക്കെ ഉള്ളവരാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാക്കിയെടുക്കണം, ഇല്ലെങ്കിൽ മവദ്ദത്ത്, സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അഞ്ചാമത് അഞ്ചാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ തന്റെ അഹ്ലുകാരെ എന്ന് പറഞ്ഞാൽ ഭാര്യയെയും മക്കളെയും നേരാവണ്ണം പരിഗണിക്കുന്നില്ല, അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ തീബുൽ മഈശത്ത് നഷ്ടപ്പെട്ടു പോകും. മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം വീട്ടിലേക്ക് പോകുന്നത് മസ്കൻ എന്നാണ് വീടിന്റെ പദപ്രയോഗം തന്നെ. മസ്കൻ എന്നാൽ സമാധാനമുള്ള ഇടം എന്നാണ്. ആ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു. വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ നമ്മളെ പരിഗണിക്കൂല, മക്കൾ നമ്മളെ പരിഗണിക്കൂല. ഭാര്യ നമ്മളെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യ നമ്മളെ പരിഗണിക്കണം. മക്കൾക്ക് നമ്മോട് സ്നേഹം വേണമെങ്കിൽ അങ്ങോട്ട് സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യണം, എങ്കിലേ അതിന്റെ ഇൻട്രസ്റ്റ് കണ്ടു കിട്ടുള്ളൂ. അപ്പൊ നല്ല സ്നേഹബന്ധം നമ്മുടെ മക്കളുമായി ഉണ്ടാവണം, ഭാര്യയുമായി ഉണ്ടാവണം. അതില്ല എങ്കിൽ കുടുംബ ജീവിതത്തിൽ ഒരു റാഹത്തും ഉണ്ടാവില്ല. വീട്ടിലേക്ക് പോകാൻ തന്നെ നമുക്ക് തോന്നുകയില്ല. നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. ഈ അഞ്ചു കാര്യങ്ങളെ അവഗണിച്ചാൽ അഞ്ച് പരാജയങ്ങൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ പരാജയമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. അല്ലാഹു നാം പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അഫ്വ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു കേട്ടതിന്റെ മെസ്സിൽ സ്വഭാവം നമ്മിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ച് സന്തോഷം നൽകുമാറാവട്ടെ. അല്ലാഹുവേ, അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ റഹ്മാനേ. അവർക്ക് മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മുഅ്മിനീങ്ങൾക്ക്
വലിയ പരിഗണന നീ നൽകണേ അല്ലാഹ്, വലിയ ഖൈർ നൽകണേ അല്ലാഹ്, ജീവിതത്തിലുടനീളം സന്തോഷം നൽകണേ അല്ലാഹ്, ബന്ധപ്പെടുന്ന മേഖലകളിൽ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, ഉയർച്ചയും പുരോഗതിയും നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാ പ്രതിബന്ധങ്ങളും നീ നീക്കി തരണേ റഹ്മാനെ. ഇന്നത്തെ ദിവസം ഞങ്ങളെ ഖദറുകളായി വല്ല വിപത്ത് വിധിച്ചുവെങ്കിൽ ദുആ സ്വീകരിച്ചത് തട്ടിക്കളയണേ അല്ലാഹ്. ഇന്നൊരുപാട് ഖൈറിൽ വ്യാപൃതരാവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള ഈമാനിക കരുത്ത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى اله سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.